ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ജിയ ടെക് ആൻഡ് സർക്യൂട്ട്സ്. നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് ഡിസ്കസ് ആക്കാൻ പോകുന്നത് ഒരു ATS ഫ്രണ്ട്ലി റെസ്യൂമെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം യൂസിങ് ലിങ്ക്ഡിൻ ആൻഡ് ക്ലോഡ് AI. ഫസ്റ്റ് ഓഫ് ഓൾ ATS എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം. ATS എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ട്രാക്കിംഗ് സിസ്റ്റം. ഈ ATS ബേസിക്കലി ഒരു സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, ഇത് യൂസ് ചെയ്യുന്നത് ഹയറിംഗ് ടീംസ് ആണ് ഓരോ കമ്പനീസിലെ. അതായത് ഇപ്പം ഒരു ഹയറിംഗ് ടീം കുറച്ച് ആൾക്കാരെ ഹയർ ചെയ്യാൻ നോക്കുമ്പോൾ കുറേ അധികം റെസ്യൂമസ് ആയിരിക്കും വരുന്നത്. 100-200 റെസ്യൂമസ് ഒക്കെ ആയിരിക്കും അറ്റ് എ ടൈം അവർക്ക് കിട്ടുന്നത്. ഇതെല്ലാം കൂടെ മാനുവലി ഇന്ന് ചെക്ക് ചെയ്ത് സോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഹെക്ടിക് ആയിട്ടുള്ള ടാസ്ക്കാണ്. സോ അവർ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യും. ഈ സോഫ്റ്റ്വെയർസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ അതിനകത്ത് കുറച്ച് കീവേഡ്സും കുറച്ച് ഡിസ്ക്രിപ്ഷനും ആഡ് ചെയ്യും. അതായത് ഇപ്പോൾ എനിക്കൊരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിന് ഹയർ ചെയ്യണം. ഓക്കെ, പക്ഷേ ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ ആയാൽ മാത്രം പോരാ, ഇത്ര സ്കിൽ സെറ്റ് വേണം. അതായത് ഒരു PCB ഡിസൈനിങ് അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ഹാർഡ്വെയർ ഡിസൈനിങ് അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് വേണം, അല്ലെങ്കിൽ ഇൻറ്റേൺഷിപ്പ് എക്സ്പീരിയൻസ് വേണം, ഇന്ന കോളേജ് പാസ് ഔട്ട് ആയിരിക്കണം, അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഇയർ പാസ് ഔട്ട് ആയിരിക്കണം. ഇങ്ങനെ കുറേ കണ്ടീഷൻസ് കാണും. ഓക്കെ, അപ്പോൾ ഈ പർട്ടിക്കുലർ സോഫ്റ്റ്വെയറിലോട്ട് നമ്മൾ ഇത്രയും ഡിസ്ക്രിപ്ഷൻസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഈ റെസ്യൂമെ സ്കാനർ അഥവാ ഈ ATS എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഈ റെസ്യൂമേസ് എല്ലാം സ്കാൻ ചെയ്യും. സ്കാൻ ചെയ്തിട്ട് അവർക്ക് ആവശ്യമുള്ള, അതായത് അവർ കൊടുത്തിരിക്കുന്ന കീവേഡ്സ് അനുസരിച്ചുള്ള ആവശ്യമുള്ള ആൾക്കാരെ മാത്രമേ അത് സോർട്ട് ചെയ്ത് സോഫ്റ്റ്വെയർ തരും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ റെസ്യൂമെ ഉണ്ടാക്കുമ്പം ഈ കീവേഡ്സും കാര്യങ്ങളും ആ ഡിസ്ക്രിപ്ഷനൊക്കെ കറക്റ്റായിട്ട് ഇട്ടാൽ മാത്രമേ ആ പർട്ടിക്കുലർ സോഫ്റ്റ്വെയർ അതിനെ സ്കാൻ ചെയ്ത് ഇന്നാക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ അതെല്ലാം സ്വൈപ്പ് ചെയ്ത് കളയും. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ആ ഒരു പർട്ടിക്കുലർ റെസ്യൂമെ ഉണ്ടാക്കുമ്പോൾ ATS ഫ്രണ്ട്ലിയും കൂടെ ആയിട്ട് വേണം ക്രിയേറ്റ് ആക്കാൻ. ഇല്ലെങ്കിൽ നിങ്ങളുടെ റെസ്യൂമെ കാര്യങ്ങളൊക്കെ റിജക്റ്റ് ആയി പോകും. സോ അതിനൊരു വഴിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ ആദ്യം നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ നിങ്ങൾ സിസ്റ്റത്തിൽ ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കിയതിന് ശേഷം നിങ്ങൾ ആ ഒരു 4 ഓപ്ഷൻസ് കാണാൻ പറ്റും ആ ഫ്രണ്ട് പേജിൽ. അവിടെ റിസോഴ്സസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ ഒരു ഓപ്ഷൻ വരും സേവ് ടു PDF. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ PDFും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്ത് PDF ആണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ഒരു റെസ്യൂമെ ഫോർമാറ്റിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതായിരിക്കും നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ അത് ഡൗൺലോഡ് ആക്കിയതിന് ശേഷം നിങ്ങൾ നേരെ ക്ലോഡ് AI ഓപ്പൺ ആക്കുക. ഓക്കെ, ക്ലോഡ് AI ഓപ്പൺ ആക്കിയിട്ട് നിങ്ങളുടെ ആ ഒരു പർട്ടിക്കുലർ റെസ്യൂമെ, അതായത് നിങ്ങളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത PDF അപ്ലോഡ് ആക്കണം. സോണറ്റ് 4.6 എന്ന മോഡൽ ഓപ്പൺ ആക്കിയിട്ട് വേണം അത് പ്രൊഫൈൽ അപ്ലോഡ് ആക്കാൻ. ഓക്കെ, ക്ലോഡ് AI എനിക്കകത്ത് ക്ലോഡ് AIയിൽ അപ്ലോഡ് ആക്കുക. എന്നിട്ട് നിങ്ങൾ ഈ ഒരു പ്രോംപ്റ്റ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ പ്രോംപ്റ്റ് ഇട്ട് കൊടുത്ത് എൻ്റർ അടിക്കുമ്പോൾ നിങ്ങൾക്കൊരു ലേറ്റക്സ് കോഡ് ജനറേറ്റ് ആയി വരും. ഓക്കെ, ആ ലേറ്റക്സ് കോഡ് നിങ്ങൾ കോപ്പി ചെയ്യണം. എന്നിട്ട് നിങ്ങൾ ഓവർലീഫ് എന്ന സോഫ്റ്റ്വെയർ എടുത്തിട്ട് ഇതവിടെ പോയി കോപ്പി പേസ്റ്റ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഒരു പുതിയ പ്രൊജക്റ്റ് എടുക്കുക, ബ്ലാങ്ക് പ്രൊജക്റ്റ് എടുക്കുക. എന്നിട്ട് നിങ്ങൾ ആ ഒരു ഫയലിൽ പേര് കൊടുക്കുക, റെസ്യൂമെന്നോ എന്താണെന്ന് വെച്ചാൽ. ഓക്കെ, കൊടുത്തതിന് ശേഷം ആ ഒരു എഡിറ്റർ ഓപ്പൺ ആയി വരും അവിടെ കോഡ് എഴുതാനുള്ള. ഓക്കെ, അപ്പോൾ ആ എഡിറ്റർ ഓപ്പൺ ആയതിനു ശേഷം ഇപ്പോൾ നിങ്ങൾ കോപ്പി ചെയ്ത ആ ഒരു കോഡ് ഇവിടെ മൊത്തത്തിൽ അങ്ങ് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ പേസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ റീകമ്പൈൽ ഒരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ATS ഫ്രണ്ടിൽ റെസ്യൂമെ ഇവിടെ ഓപ്പൺ ആയി വരും. നിങ്ങൾക്ക് എന്തെങ്കിലും അതിനകത്ത് അഡീഷണലായിട്ട് ആഡ് ചെയ്യണോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യണമെങ്കിലൊക്കെ നിങ്ങൾ ആ ഒരു പർട്ടിക്കുലർ ടെക്സ്റ്റിൽ അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി ലെഫ്റ്റ് സൈഡിൽ എഡിറ്ററിൻ്റെ അവിടെ ഓപ്പൺ ആവും. അതായത് ആ ഒരു പർട്ടിക്കുലർ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവിടെ വരും. നിങ്ങൾക്ക് വേണമെങ്കിൽ അഡീഷണലായിട്ട് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ എഡിറ്റ് ചെയ്ത് കളയാം. ആൻഡ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അവിടെ ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് മേക്ക് ഷുവർ നമ്മൾ ആ ഒരു റെസ്യൂമെ ഉണ്ടാക്കുമ്പോൾ സിംഗിൾ പേജിൽ തന്നെ ആക്കുക. ഇതിപ്പോൾ എൻ്റെ ഒരു പ്രൊഫൈൽ മൊത്തത്തിൽ ഇവിടെ കോപ്പി പേസ്റ്റ് ആണ് ഇങ്ങനെ വന്ന് കിടക്കുന്നത്. പക്ഷേ നിങ്ങൾ കുറച്ച് നേരം സമയം എടുത്തിട്ട് ആ ബാക്കി കാര്യങ്ങളൊക്കെ എടുത്ത് കളയാൻ വേണമെങ്കിൽ ആവശ്യമില്ലാത്തത്. എന്നിട്ട് നിങ്ങൾക്കൊരു ATS ഫ്രണ്ട്ലി റെസ്യൂമെ ഇവിടെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കത് വേണമെങ്കിൽ PDF ഫയൽ ഡൗൺലോഡ് ചെയ്യാനും പറ്റും. ഓക്കെ, സോ ഇങ്ങനെയാണ് നിങ്ങളെ ഒരു ATS ഫ്രണ്ട്ലി റെസ്യൂമെ ഉണ്ടാക്കാൻ പറ്റുന്നത് യൂസിങ് ലിങ്ക്ഡിൻ ആൻഡ് ക്ലോഡ് AI. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക ഫ്രണ്ട്സിനും കാര്യങ്ങളൊക്കെ. ആൻഡ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.